എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നാളെ SLC മലയാളം സെക്കൻഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ എക്സാം എങ്ങനെയൊക്കെ എഴുതണം, അതിലെങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ട ചില വിവരങ്ങളുണ്ടല്ലേ, അതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മലയാളം ഫസ്റ്റിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ മലയാളം സെക്കൻഡിൻ്റെ വീഡിയോ ആണ്. ഏകദേശം രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് സാർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ സെറ്റല്ല മക്കളെ. അപ്പോൾ എന്ത് വേണം, നാളെ നിങ്ങൾ ഈ എക്സാമിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മലയാളം സെക്കൻഡ് എക്സാം 10ാം ക്ലാസ്സിലെ മുത്തുമണികൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എത്ര മാർക്കിനാണ് പരീക്ഷ വരിക, ഏത് സമയത്താണ് അവസാനിക്കേണ്ടത്, ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് കിട്ടും, അതിന് എത്ര സമയം എടുക്കണം, എത്ര പേജ് എഴുതണം എന്നുള്ള ഒരുപാട് സംശയങ്ങൾ മക്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് സാർ ഈ വീഡിയോ ചെയ്തത്. നാളത്തെ പേപ്പർ ഇങ്ങനെയാണ് മക്കളെ. വെയിറ്റേജ് മലയാളം സെക്കൻഡ് 10ാം ക്ലാസ്സിലെ നിർദ്ദേശങ്ങൾ ആദ്യം വായിച്ചു നോക്കണം. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ ടൈമാണ്, കൂൾ ഓഫ് ടൈമാണ്. അതിന് വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചൊക്കെ ഉപയോഗിക്കുക. ചുറ്റും നോക്കി സമയം കളയരുത്. നിങ്ങൾ എന്ത് വേണം, ആ ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. ചോദ്യങ്ങൾ മുഴുവനും വായിച്ച് പഠിച്ച ഉത്തരങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടോ നോക്കുക. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അല്ലേ. ചോദ്യ നിർദ്ദേശം എല്ലാം തന്നെ ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കണം. A അല്ലെങ്കിൽ B എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. A or B എന്നുണ്ടാവും ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഓർ എന്നുണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ചാടിക്കേറി രണ്ടിനും ഉത്തരം എഴുതരുത്. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. എത്ര മാർക്കാണ്, എത്ര സമയമാണെന്നൊക്കെ നോക്കി കൃത്യമായി ഉത്തരം എഴുതണം. മലയാളമാണ്, സമയം പോകുന്ന വഴി അറിയില്ല പുള്ളേ. ഒരൊറ്റ അടിക്ക് പോകുമ്പോൾ ഒരു കഥാപാത്ര നിരൂപണമോ ഉപന്യാസമോ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ തന്നെ ഒരു മണിക്കൂർ അങ്ങനെ പോയി കിട്ടും. അതുകൊണ്ട് സമയമൊക്കെ നോക്കി കൃത്യമായി എഴുതുക. കൂടുതലൊന്നും എഴുതണ്ട, കൃത്യമായി പറഞ്ഞ കാര്യത്തിന് മാത്രം ഉത്തരം എഴുതി കടന്നു പോവുക. ഇനി നമുക്ക് എത്ര മാർക്കാണ് നമ്മൾ പരീക്ഷ ഉണ്ടാവുക? 40 മാർക്കിനാണ്. ആകെ 1.5 മണിക്കൂർ സമയമാണ് എക്സാമിനുണ്ടാവുക. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1 വേർഡിൻ്റെ 4 ചോദ്യങ്ങൾ ഉണ്ടാകും. 4 മാർക്കാർക്കും ഉണ്ടാവുക. 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 5, 6, 7 3 ചോദ്യത്തിന് 3ഓ 4ഓ വാക്യം, 3ഓ 4ഓ സെൻറ്റൻസ് മാത്രമല്ല, അതിൽ കൂടണ്ട കുറയണ്ട. 4 സെൻറ്റൻസിൽ ഏതാമത്തെ 5, 6, 7 ചോദ്യം ഉത്തരം എഴുതുക. 3 മാർക്ക് വീതം 9 മാർക്ക് അവിടെ കിട്ടും. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ, അരപ്പുറം ഒരു പേജിൻ്റെ പകുതിയിൽ കൂടണ്ട, പകുതി മാത്രം അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 8, 9, 10, 11 4 ചോദ്യങ്ങളുണ്ടാവും. എക്സ്ട്രാ ഒരു ചോദ്യം ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യനാണ്, രണ്ടും എഴുതണ്ട. ഇപ്പം 4 ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം. എത്ര മാർക്ക് അവിടെ കിട്ടി? നമുക്ക് 20 മാർക്ക് കിട്ടിയല്ലേ. പിന്നെയോ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 2 ചോദ്യം ഉണ്ടാവും. A or B ഓപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നിൽ മാത്രം ഉത്തരം എഴുതുക. 7 മാർക്ക്. അത്തരത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്തായി മക്കളെ? 40 മാർക്കായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ എക്സാം എഴുതുമ്പോൾ കൃത്യമായി സമയം വിനിയോഗിച്ചുകൊണ്ട് വേണം എക്സാം എഴുതാൻ. നിങ്ങൾക്ക് പല സംശയം ഉണ്ടാവും, അതും ചുറ്റും നോക്കി സമയം കളയരുത്. ബാക്കി സബ്ജക്റ്റ് പോലെയല്ല. മലയാളം ചിന്തിച്ച് ഭാവനയിൽ നിന്ന് എഴുതേണ്ടതാണ്, ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ മലയാളം സെക്കൻഡിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും 10ാം ക്ലാസ്സിൽ അല്ലേ. ആ ചോദ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തണം. ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, പത്രാധിപക്കുറിപ്പ്, കത്ത് തയ്യാറാക്കുക, താരതമ്യക്കുറിപ്പ്, പിന്നെന്താണ് വിശകലനക്കുറിപ്പ്, അഭിപ്രായക്കുറിപ്പ്, സ്വന്തം ആശയം സമർത്ഥിക്കുക, പിന്നെ സന്ധി സമാസം, വിഭജിച്ചെഴുതുക, പിരിച്ചെഴുതുക, ഒരുപാട് ചോദ്യങ്ങൾ ഒറ്റവാക്യമാക്കുക, ഖണ്ഡിക വായിച്ച് ഉത്തരം തയ്യാറാക്കുക, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദ്യം കൃത്യമായി വായിച്ച് അതിൽ പറയുന്ന കാര്യം 3ഓ 4ഓ വാക്യം മാത്രമാണെങ്കിൽ 3ഓ 4ഓ വാക്യം മാത്രം അതിൽ കൂടണ്ട. കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെയോ അരപ്പുറം മാത്രം മതി. കൃത്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഈ പഠിക്കാത്ത കുട്ടികൾ എന്തൊക്കെയോ വാരി വിളിച്ച് എഴുതുക. ചില കുട്ടികൾ പാട്ടൊക്കെ എഴുതി വെക്കും. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ എന്നൊക്കെ എഴുതി വെക്കും. കാരണം കഥ വായിക്കൂല, കവിത വായിക്കൂല, അതിലൊന്നും മാർക്ക് കിട്ടും. പണ്ടത്തെ കാലത്താണ് ഒരുപാട് എഴുതിയ മാർക്ക് കിട്ടും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ടീച്ചേഴ്സ് കൃത്യമായി വായിച്ച് നോക്കുക. അതുകൊണ്ട് അരപ്പുറം എന്ന് പറഞ്ഞാൽ അരപ്പുറം മാത്രം എഴുതിയാൽ മതി. ഒരു പുറം പറഞ്ഞാൽ ഒരു പുറം കൃത്യമായി എഴുതുക. അപ്പം ഇതൊക്കെ വായിച്ച് സെറ്റായി ഉഷാറായിട്ട് എക്സാമിന് പോവുക. നല്ല പോലെ സെൽഫ് കോൺഫിഡൻസിൽ 2-3 പേനൊക്കെ എടുത്ത് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് അടിപൊളിയായി മലയാളം എക്സാമിലേക്ക് പോവുക. 10ാം ക്ലാസ് മലയാളം സെക്കൻഡിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. Bye.